ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഭഗവാനിൽ ഭക്തിയും അസുഖങ്ങളെല്ലാം മാറണം. എല്ലാവർക്കും സുഖമുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം കൃഷ്ണ രാമ ഹരേ. ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ ത്വൽപദാംഭോരുഹം. വിശ്വരക്ഷാവിധൗ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണ രാമ ഹരേ. ഉത്തമൻ ദിഗ്ജയെ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ. ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണ രാമ ഹരേ. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തി ദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. നമ്മൾ സപ്തമസ്കന്ധം നാരദ യുധിഷ്ഠിര സംവാദമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സനകാദി മഹർഷിമാര് ഭഗവാന്റെ വൈകുണ്ഠത്തിൽ നാരായണനെ കാണാനവിടെ ചെന്നപ്പോൾ അവിടെ ദ്വാരവാസികൾ വെച്ചാൽ വാതിൽക്കൽ കടത്തിവിടുന്ന സെക്യൂരിറ്റികളാണ് നിൽക്കുന്ന ജയവിജന്മാരുടെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സനൽകുമാരന്മാരെ 4 പേര് കയറ്റി വിടാഞ്ഞതുകൊണ്ട് ദേഷിച്ച് സനൽകുമാരന്മാർ ശപിച്ചു. നിങ്ങൾ പോയി ദുർജനാഗ്രേസരന്മാരായ നിങ്ങൾ പോയി ചെന്ന് നിർജ്ജര ദ്വേഷികളാകുന്ന അനുക്ഷണം കോപേന ശാപവും ചെയ്ത് എഴുന്നള്ളിനാൻ താപസന്മാർ. അപ്പോൾ ഈ താപസന്മാരായ മഹർഷിമാരാണ് സനകാദി മഹർഷിമാർ. അവർ കോപിച്ച് ഭഗവാനെ കാണുവാനായിട്ട് അവരെ കടത്തിവിട്ടില്ല ഈ ജയവിജയന്മാർ. അപ്പോൾ ഭക്തന്മാരാണ് ജയവിജയന്മാർ, ഭഗവാന്റെ ഭക്തനാണ്. പക്ഷേ എങ്കിലും ഇവരെ കടത്തിവിട അവരറിഞ്ഞില്ല. സനകാദി മഹർഷിമാർ അറിഞ്ഞവർ ലോകം മൊത്തവും ചുറ്റിക്കറങ്ങി ഭഗവാനെയൊക്കെ കീർത്തിച്ചും ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരെ അറിയിച്ചും സജ്ജനങ്ങളായിട്ട് എല്ലാവർക്കും നന്മയെല്ലാം പകർന്ന് ഉപദേശങ്ങളെല്ലാം കൊടുത്തിങ്ങനെ ലോകം മൊത്തവും സഞ്ചരിച്ച് നടക്കവെയാണ് വൈകുണ്ഠത്തിലേക്ക് ചെന്നത് ഈ സനകാദികൾ 4 പേര് മഹർഷിമാർ. അപ്പോൾ ഭഗവാനെ കാണാനുള്ള അത്രമാത്രം അത്യാഗ്രഹം കൊണ്ട് ചെന്നിട്ട് കടത്തി വിടാഞ്ഞപ്പോൾ നിങ്ങൾ, അതായത് ഈ ജയവിജന്മാരെ ശപിച്ചു. ദുർജനാഗ്രേസരന്മാർ, അത്രത്തോളം ദുർജനനാണ്, ശ്രേഷ്ഠനായ ദുർജനങ്ങളായ നിങ്ങൾ, ചെറുതൊന്നുമല്ല വലിയ ദുഷ്ടത. അങ്ങനെയുള്ള നിങ്ങൾ പോയി നിർജ്ജര ദ്വേഷികളാകുന്ന, അതായത് അസുരന്മാരാകട്ടെ എന്ന് ശാപിച്ചു. അങ്ങനെ അവരുടെ ആ ശാപം ഭഗവാൻ ഇങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞ്, അപ്പോൾ എന്ത് താപസന്മാർ അത് കാലം അഭീഷ്ടതൻ താൻ അറിഞ്ഞങ്ങവർ തൻ മനോവേഗം അത്യാനന്ദമോട് അനുസരിച്ചിടുവാൻ. അങ്ങനെ ഭഗവാനും ഒക്കെ അത് കേട്ട് വിഷമമായി. അവർ ശപിച്ചാൽ അത് ശരി, അതങ്ങനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭഗവാൻ സമാധാനിപ്പിച്ചു അവരെ. എന്നിട്ട് പറയുന്നു, എന്താ പറയുന്നേ?
അങ്ങനെ താപസന്മാർ ശപിച്ചിട്ട് പോയി എഴുന്നള്ളി. അഭീഷ്ടതൻ താൻ അറിഞ്ഞങ്ങവർ തൻ മനോവേഗം അത്യാനന്ദമോടനുസരിച്ചിടുവാൻ സാധുജനങ്ങളെയും. അങ്ങനെ ഇവർ സമാധാനിപ്പിച്ചവരെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിട്ടൊന്ന് ഈ ജൈവജന്മാരെ സമാധാനിച്ച്, നിങ്ങൾ സാധുജനങ്ങളെയും പുനരെന്നെയും, അതായത് ഭഗവാനെയും ആദി വളർത്തണം. എങ്ങനെയാണ് ആദി വളർത്തുന്നത്? എല്ലാവരെയും വിരോധിപ്പിക്കണം, സാധു ഭക്തന്മാരെയൊക്കെ ഉപദ്രവിക്കണം. ഭഗവാനെ പോലും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ ഇവർ അസുരന്മാരാവുമല്ലേ? അവർ സത്യമായ അവർ നല്ല ഭക്തന്മാരായിരുന്നു. ഈ ശാപം മുഖേന അസുരന്മാരായതുകൊണ്ട് ഭൂമിയിൽ ചെന്ന് നിങ്ങൾ സർവ്വ സാധുക്കളെയും ഒക്കെ ഭക്തന്മാരായവരെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ അവരിങ്ങനെ വിഷമിച്ച് മൂർധന്യാവസ്ഥയിലെത്തും. ഭഗവാനെ പോലും ഉപദ്രവിക്കണം, ആദി വളർത്തണം. അങ്ങനെ ആദി വളർത്തുമ്പോൾ വിരോധിച്ച്, അപ്പോൾ എല്ലാവർക്കും വിരോധമാകുമ്പോഴേ ഇവിടെ ഇവരെ വധിക്കാൻ ഭഗവാൻ തന്നെ വധിക്കണം. ഭഗവാൻ തന്നെ 3 പ്രാവശ്യം ഇവരെ വധിക്കണം. അങ്ങനെ വധിച്ചെങ്കിലേ അവർക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ ഈ ശിശുപാലനും ദന്തവക്രനൊക്കെ ഇവിടെ ഈ ഭൂമിയിലൊന്ന് എല്ലാവരെയും ദ്വേഷിക്കുന്നത്. ഭഗവാൻ അവിടെ നിന്ന് വിട്ടു. പക്ഷെ അവർ അസുരന്മാരായപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോകും. അവർ അസുരന്മാരുടെ സ്വഭാവം കാണിക്കുമല്ലോ. എന്നാലും ഭഗവാൻ അപ്പോൾ സമാധാനിച്ച് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സാധുജനങ്ങളെയും പുനരെന്നെയും ആദി വളർത്തു വിരോധിച്ചിനി ഒരു 3 ജന്മം. നിങ്ങളിങ്ങനെ ഒരു ജന്മം വരുമ്പോൾ ഭഗവാൻ വധിക്കും, വീണ്ടും ഒരു അടുത്ത ജന്മം ജനിക്കും. അപ്പോഴും ഇങ്ങനെ ജനങ്ങളെ ദ്വേഷിക്കും, ഉപദ്രവിക്കും. അപ്പോഴും ഭഗവാൻ ഇവിടെ വരും, അപ്പോഴും വധിക്കും. 3ാമത്തെ പ്രാവശ്യവും ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ അപ്പോഴും വന്ന് വധിക്കും. അങ്ങനെ വധിച്ചിട്ട് ഭഗവാനിൽ ചേരാം. അതുവരെ നിങ്ങൾ ഇങ്ങനെ ഈ ശാപം വന്നു പോയില്ലേ, ഇവർ ശപിച്ചു പോയില്ലേ, അത് വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് സാധുജനങ്ങളെയും പുനരെന്നെയും ആദി വളർത്തു വിരോധിച്ചിനി ഒരു 3 ജന്മം ഞാൻ വധിച്ച് ഒടുക്കത്തിങ്ങി ചേർന്ന് കൊള്ളുന്നത് അനുഗ്രഹിച്ചിടിനാൻ. അവൾ 3 പ്രാവശ്യവും നിങ്ങളിവിടെ ഭൂമിയിൽ ഇങ്ങനെ വരണം. അപ്പോൾ വരുമ്പോൾ അവസാനം എന്നിൽ വന്ന് ചേരും, അനുഗ്രഹിക്കാം ഞാൻ. അങ്ങനെ ഭഗവാൻ അനുഗ്രഹമായിട്ട് അവരേക്ക് അവിടെ വിട്ടു. ശക്തിയേറും ദേശഭക്തിക്ക് തീ സ്മരിച്ച് ഉൾക്കാമ്പുറച്ചു ദിതിജരായാരുടൻ. ദിതി എന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ പേര ദിതി, കശ്യപ പ്രജാപതിയുടെ ദിതിയുടെ മക്കളായിട്ടാണ് ഇവിടെ ദിതിജരായാരുടൻ ദിതിയുടെ മക്കളായിട്ട് വന്നു. അങ്ങനെ വന്നേ മുഷ്കരന്മാരാം ഹിരണ്യാക്ഷനും മുഹുരുഗ്രൻ ഹിരണ്യകശിപുവും ഇങ്ങനെ. അങ്ങനെ ഹിരണ്യാക്ഷനും വീണ്ടും ഹിരണ്യകശിപുമായിട്ട് ഇങ്ങനെ 2 പേര് ദിതിയുടെ മക്കളായിട്ട് ദിതിജ. ഈ ദിതിജ എന്ന് പറയുന്നതാണ് അവിടെ ദിതിയുടെ മക്കൾ എന്നുള്ള അർത്ഥമാണ്. ദിതിജരായാരുടൻ ദിതിയുടെ മക്കളായിട്ട് വന്ന ആരൊക്കെയാണ്? മുഷ്കരന്മാരായ, അത്രമാത്രം ഭയങ്കരന്മാരായ ശക്തിയേറിയ ഹിരണ്യാക്ഷനും ഈ ഹിരണ്യകശിപുവും. ഇങ്ങനെ ചൊൽക്കൊണ്ടവർ ധർമ്മനീതി മറന്നു. ജൈവജന്മാരായിരുന്നല്ലോ, പാർഷദന്മാരായിട്ട് ഭഗവാന്റെ വാതിൽക്കൽ, അതായത് എന്താ പറയുക, എൻ്റെ ആ പേരങ്ങ് മറന്നു, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ജൈവജന്മാർ ഭക്തന്മാരായിരുന്നു. പക്ഷേ ശാപം കൊണ്ട് ഇവരിവിടെ മുഷ്കരന്മാരായ അസുരന്മാരായിട്ട് വന്നു. എന്നിട്ട് അവരെന്ത് മറന്നുപോയി? ധർമ്മവും നീതിയും എല്ലാം മറന്നുപോയി. എന്നിട്ടോ ധർമ്മനീതി മറന്നുകൊണ്ട് ഒക്കെ ഉപദ്രവിച്ച ജഗത്രയം. ധർമ്മവും നീതിയും മറന്നിട്ട് എന്ത് വന്ന് ജഗത്രയത്തുള്ള സർവ്വപേരെയും ഉപദ്രവം തുടങ്ങി. അന്ന് അവരോട് എതിർപ്പാൻ ഒരു ഭൂതരും മന്നിടത്തെങ്കിൽ എന്നായി ചമഞ്ഞ നാൾ. ഒരു മനുഷ്യരും ഒരു ഭൂതരും മന്നിടത്തെങ്കിൽ ഇവരെ ജയിക്കാനൊക്കത്തില്ല. അത്രമാത്രം ഭയങ്കര അസുരന്മാരായിട്ട് മന്നിടത്തെങ്കിൽ ഇല്ല എന്നായി ചമഞ്ഞ നാൾ. പൊങ്ങും മതേന ധരിത്രിയെ താൻ എടുത്ത് അങ്ങ് പാതാളത്തിലാമാർ ഒളിച്ചവൻ. അങ്ങനെ പൊങ്ങി മതം കൊണ്ട് അത്രമാത്രം ശക്തിയേറിയ അസുരനാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്ത് ചെയ്ത് പൊക്കിയെടുത്ത്, എന്താ ധരിത്രി ഭൂമിയെ പൊക്കിയെടുത്ത് പാതാളത്തിലാമാർ അങ്ങ് ഒളിച്ച്, പാതാളത്തിൽ കൊണ്ടങ്ങ് ഒളിപ്പിച്ച്. അത്രയൊക്കെ ചെയ്തെങ്കിലേ ഭഗവാൻ വധിക്കാൻ പറ്റൂ. വിധി അങ്ങനെ കിടക്കുക, ഭഗവാൻ തന്നെ വധിക്കണം. അല്ലാതെ ഭഗവാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. അവിടെ അസുരന്മാരെ ഉപദ്രവിക്കുന്ന ചോദിക്കുന്നു ആരാ? പരീക്ഷിത് മഹാരാജാവ് ശുഗമുനിയുടെ അടുത്ത് ചോദിച്ചു, എന്താ ഭഗവാന് സമത്വമില്ലാതെ
പിന്നെ ദേവന്മാരോട് ഒത്തുനിന്നും കൊണ്ട് അസുരന്മാരെ വധിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശാപം കൊണ്ട് അവർ അസുരന്മാരായി, അവരെ ഭഗവാൻ തന്നെ വധിച്ചേ പറ്റൂ, എന്നാലേ അവർക്ക് മൂന്നാമത്തെ പ്രാവശ്യം മോക്ഷത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭഗവാൻ അവിടെ ഓർഡറായിട്ട് കൊടുത്തു വിട്ടേക്കോ, അനുഗ്രഹവും കൊടുത്ത് വിട്ടേക്കുവാണ്. നിങ്ങൾ ഭൂമിയിൽ ചെന്ന് സാധുക്കളെയും ഭഗവാനെയും ഒക്കെ അങ്ങ് ഉപദ്രവിക്കണം. ഭഗവാൻ ഈ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ഉണ്ടാവും. വളരെ ഭക്തന്മാരെയൊക്കെ നശിപ്പിക്കുന്നല്ലോ എന്നുള്ള. അപ്പോൾ ഒരു അമ്മയ്ക്കും അച്ഛനും മക്കൾ കുരുത്തക്കടടിച്ച ഇളവുന്ന ആർക്കാണ്? അമ്മയ്ക്കും അച്ഛനും അല്ലേ? കുഞ്ഞുങ്ങൾ സ്വന്തം മക്കൾ ലോകത്ത് തിന്മ കാണിക്കുമ്പോൾ മൊത്തം മാതാവിനും പിതാവിനും. അതുപോലെ ഭഗവാനോടെ വളരണമെങ്കിൽ ഇത് സ്വന്തം മക്കളായ ഭക്തന്മാരെ ഈ അസുരന്മാരെ ഉപദ്രവിക്കുമ്പോഴാണ് ഭഗവാന് ഉണ്ടാവും. അപ്പോൾ ആ ദുഃഖം കൊണ്ട് ജനങ്ങളുടെ ഭഗവാന്റെ ഭക്തന്മാരുള്ള സ്നേഹം കൊണ്ട് ഈ അസുരനെ വധിക്കും. അപ്പോൾ ഈശ്വരൻ തന്നെ അവിടെ വന്ന് വധിക്കും. അങ്ങനെ പൊങ്ങും മതേന ധരിത്രി ഭൂമിയെടുത്ത് പാതാളത്തിലമാർ ഒളിച്ചവൻ. അങ്ങനെ ഒളിച്ചവൻ തന്നെ ഹിരണ്യാക്ഷനെ സകലേശ്വരൻ പന്നിയായി കൊന്നോരനന്തരം. അങ്ങനെയാണ് ഭഗവാനുടെ പന്നിയായി പാതാളത്തിൽ ചെന്ന് ഹിരണ്യാക്ഷനെ കൊന്നിട്ട് ഭൂമിയെ തേറ്റമേൽ പൊങ്ങിച്ചു കൊണ്ടിഞ്ഞ് പോരുന്നു. പന്നിയുടെ തേറ്റയിൽ വെച്ചുകൊണ്ട് ഭൂമിയെ കൊണ്ട് യഥാസ്ഥാനത്താക്കി. തന്നെ നന്ദനൻ നാരായണ പ്രിയനാകയാൽ ഖിന്നത പൂണ്ട് ഹിരണ്യകശിപു താൻ അന്യൂനവേഗാൽ ഉപദ്രവിച്ചാൻ തുലോം. അടുത്തയാളാരാ? ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപു എന്ത് ചെയ്ത്? തന്നെ നന്ദനൻ, അതായത് പ്രഹ്ലാദൻ, നാരായണ പ്രിയനായതുകൊണ്ട് ഖിന്നത പൂണ്ട്. ഹിരണ്യകശിപുവിന് വിഷമം കൊണ്ട്. കാരണം ഹിരണ്യകശിപുവാണ് ലോകത്തിലെ നാഥൻ. ഇവിടെ ഒരു ദൈവം വേറെ ഇല്ല, ഞാനാണ് ഇവിടുത്തെ ദൈവം എന്നും പറഞ്ഞ് ഹിരണ്യാക്ഷനെ വധിച്ചു. പാതാളത്തിൽ കൊണ്ടുവച്ച ഭൂമിയെ കൊണ്ടുവന്ന് പോരുന്നത് വധിച്ചിട്ട്. പിന്നെ ഹിരണ്യകശിപുവാണ് അടുത്തയാൾ. അയാൾ സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ പിന്നെ എന്തുവാ പറയുന്നത്, നാരായണ എന്ന് വിളിക്കുന്നു, ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. അപ്പോൾ ഹിരണ്യകശിപു സഹിക്കുമോ? ഹിരണ്യകശിപുവിന് ശത്രുവല്ലേ ഭഗവാൻ നാരായണൻ. കാരണം ഹിരണ്യാക്ഷനെ കൊന്നപ്പോഴേ അയാൾക്ക് ദേഷ്യമാണല്ലോ. അപ്പോൾ കൂടുതൽ ശത്രുത കൂടിയിരിക്കുക. അതുകൊണ്ട് പ്രഹ്ലാദനെ ഖിന്നത കൊണ്ട് ഹിരണ്യകശിപു താൻ അന്യൂന വേഗാൽ ഉപദ്രവിച്ചാൻ തുലോം. പല രീതിയിൽ ആനയെ കൊണ്ട് കുത്തിച്ച്, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, കുന്നിൻ്റെ മണ്ടയെ താഴേക്ക് ഉരുട്ടിയിട്ടു, പട്ടിണിക്കിട്ടു, പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചു. അതാണ് അന്യൂന വേഗാൽ ഉപദ്രവിച്ചാൻ തുലോം. നിർമര്യാദകളെ സഹിയായികയാൽ അംബുജലോചനൻ പിന്നെ നൃസിംഹമായി നിർഹ്രാദമോട് എതിർത്തവനെ കൊന്ന് പ്രഹ്ലാദനെയും പരിപാലനം ചെയ്താൻ. അങ്ങനെ ഭഗവാൻ അപ്പം ഹിരണ്യകശിപുവിനെയും എന്ത് ചെയ്തു? നരസിംഹമൂർത്തിയായിട്ട് വന്ന് ഈ പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനെ വധിച്ചു. കുഴൽമാലയൊക്കെ എടുത്ത് പുറത്തിട്ടില്ലേ? അകത്തും പുറത്തും എങ്ങും സൃഷ്ടി ചെയ്ത ഒരു ജീവജാലങ്ങൾ കൊണ്ട് ഒന്നും അദ്ദേഹത്തിന് അപായം ഉണ്ടാകരുതെന്നാണ് അയാളുടെ ബ്രഹ്മാവ് കൊടുത്തത്. അതുകൊണ്ട് മനുഷ്യനുമല്ല മൃഗവുമല്ല, രണ്ടും കൂടെ ചേർന്ന് നരസിംഹമായിട്ട് ഭഗവാൻ വന്നു. എന്നിട്ട് ഈ ഹിരണ്യകശിപുവിനെയും വധിച്ചു. ആരെ രക്ഷിച്ചു? മകനായ പ്രഹ്ലാദനെ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് രാവണനും കുംഭകർണനും തൽപ്രതിഭാവികളായി ചമഞ്ഞിടിനാർ കേവലം. അടുത്തതാണ് രാവണനും കുംഭകർണൻ രണ്ടാമത്തെ. അപ്പം ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ആദ്യത്തെ ജന്മത്തിൽ അവർ രണ്ടുപേരും വധിച്ചു. അവർ വീണ്ടും രണ്ടാമത്തെ ജന്മത്തിൽ ആരായി വന്നു? രാവണനും കുംഭകർണനും. രാവണനും കുംഭകർണനും തൽപ്രതിഭാവികളായി ചമഞ്ഞിടിനാർ കേവലം. ദാശരഥി രാമനായെന്നും അച്യുത ആശരാധീശരെ നിഗ്രഹിച്ചിടിനാൻ. അപ്പോൾ ദാശരഥി ദശരഥ മഹാരാജാവിൻ്റെ മകനായ രാമൻ, ഭഗവാൻ അച്യുതൻ. ആ അച്യുതനാണ് ഭഗവാൻ നാരായണൻ ശ്രീരാമനായിട്ട് വന്നു. ഭഗവാൻ നാരായണൻ രാമനായിട്ട് ആരുടെ മകനാ? ദാശരഥി ദശരഥ മഹാരാജാവിൻ്റെ മകനായി വന്നിട്ട് ആശരാധീശരെ നിഗ്രഹിച്ചിടുക. അതാരാ? ആശരാധീശ രാക്ഷസന്മാരായ രാവണനെയും കുംഭകർണനെയും. അതായത് അവരും ജയവിജയന്മാരാണ്. എന്തുവാ പിന്നെ എൻ്റെ പേര് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമാണ്. അവർ ആദ്യത്തെ ജന്മം ഹിരണ്യകശിപുമായിട്ട് വന്നു. രണ്ടാമത് ആരായിട്ട് വന്നു? രാവണനും കുംഭകർണനും. അപ്പോൾ രണ്ടാമത്തെ ജന്മം അങ്ങനായേ. ഇവരാരാ യഥാർത്ഥത്തിൽ? ജയവിജയന്മാരാണ്.
ദ്വാരപാലകന്മാരാണ്. ദ്വാരപാലകന്മാർ ചിലപ്പോൾ പറയാൻ നേരത്തെ അത് കിട്ടത്തില്ല, ദ്വാരകയെ നായിപ്പൂ. ദ്വാരപാലകന്മാർ അതായത് ഭഗവാന്റെ വൈകുണ്ഠത്തിൽ വാതിൽക്കൽ കടത്തി വിടുന്ന അവരാണ്. അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന വിജയന്മാർ അവരാണ്. ശാപമേറ്റ് അസുരന്മാരായിട്ട് വന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. രണ്ടാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് വന്ന് ശ്രീരാമനാണ് വധിക്കുന്നത്. അപ്പോൾ ദാശരഥി രാമനായി അച്യുതനാശരാധീശരെ നിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ തവണ ആരാ വന്നത്? ഇപ്പോൾ ശിശുപാലനും ദന്തവക്ത്രനും ഈ പൃഥ്വീശന്മാരായവരല്ലോ. അപ്പോൾ ഇവിടെ കൃഷ്ണനാണ് വരുന്നത്. ഭഗവാൻ നാരായണൻ കൃഷ്ണനായിട്ടാണ് വന്നത്. ശ്രീരാമൻ കഴിഞ്ഞിട്ട് ആദ്യം നരസിംഹമായിട്ട് വന്നു, രണ്ടാമത്തെ ജന്മത്തിൽ പിന്നെ ശ്രീരാമനായിട്ട് വന്നു ഭഗവാൻ നാരായണൻ, പിന്നെ മൂന്നാമത്തെ തവണ ആരാ? കൃഷ്ണനായിട്ട് വന്നു. ഇപ്പോൾ ശിശുപാലനെയും ദന്തവക്രനെയും ഈ പൃഥ്വീശന്മാരായവരല്ലോ, ഈ ഭൂമിയിലെ ഈശന്മാരാണ്, രാജാക്കന്മാരാണ്. അത്ര അഹങ്കാരികളായിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ നാഥന്മാരെന്നും പറഞ്ഞ് അവരാണ് അവിടെ വാഴുന്നത്. അപ്പോൾ തൽപ്രഭാവേന വൈരാനുബദ്ധാത്മന ചിൽ പുരുഷ സ്മൃതി കൊണ്ട് സായുജ്യവും. ചിൽ പുരുഷൻ ഭഗവാൻ നാരായണൻ കൃഷ്ണനായിട്ട് വന്ന ചിൽ പുരുഷൻ. ഈ ചിൽ പുരുഷൻ ഭഗവാൻ കൃഷ്ണനായിട്ട് വന്ന ആ സ്മൃതി കൊണ്ട് സായുജ്യവും ലബ്ധ്വാ സുഖിച്ചാരവരെന്നത് കേട്ട്. അപ്പോൾ അവസാനത്തെ ജന്മമാണ് ഇപ്പോൾ ഈ ശിശുപാലനും ദന്തവക്ത്രനും. അപ്പോൾ ഒരു 3 ജന്മവുമായി. ആരെങ്കിലും വല്ലത് തെറ്റും ചെയ്തോ? ഭഗവാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പക്ഷപാതം പിടിച്ചെന്ന് പറയുന്നു. ആരാ? പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞതുപോലെ ജനങ്ങളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പല പല ആൾക്കാരും ഭഗവാനും അസുരന്മാരെ വധിക്കുന്നു, ഭഗവാൻ ഇന്നാരെ വധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം എന്താണ്? അവർ ജൈവജന്മാരാണ്, നല്ല ഭക്തന്മാരായിരുന്നു. ശാപം കൊണ്ട് അവർ ഇങ്ങനെ അസുരന്മാരായി. പക്ഷേ അവിടെ 3 ജന്മം എടുക്കണം. അതിന് ഭഗവാൻ തന്നെ ഇവരോട് പറഞ്ഞ് നിങ്ങൾ സാധുക്കളെയും ഒക്കെ ഇഷ്ടംപോലെ ഉപദ്രവിച്ചിട്ട് ഭഗവാനെ ആദി വളർത്തണം. ആദി വളർത്തുമ്പോഴാണ് ഭഗവാനും വധിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു നിരപരാധിയെ പോയി വധിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവർ ദുഷ്കർമ്മങ്ങൾ കൂടുതൽ ചെയ്തെങ്കിലേ ഭഗവാന് വധിക്കാനും പറ്റത്തുള്ളൂ. എല്ലാത്തിനും ഒരു കാര്യകാരണം വേണമല്ലേ? ഒരു കാരണം ഉണ്ടെങ്കിലേ ഒരു കാര്യമുള്ളൂ. ഒരു കാര്യം വേണം, ഒരു കാരണം വേണം. അപ്പോൾ അത് ഭഗവാൻ പറഞ്ഞു തന്നെ വിട്ടു, അനുഗ്രഹമായിട്ട് തന്നെ വിട്ടു. അപ്പോൾ അവസാനം ഈ ജൈവജന്മാർ സായുജ്യം വന്നു. ലബ്ധ്വാ സുഖിച്ചാരവരെന്ന് കേട്ടുടൻ ഉൽപ്പന്ന കൗതൂഹലാത്മന ധർമ്മജൻ. അപ്പോൾ ഈ യുധിഷ്ഠിരനാണ് ധർമ്മജൻ. ധർമ്മജൻ ഇതെല്ലാം കേട്ടപ്പോൾ സന്തോഷമായി. സംശയമാണ് ചോദിച്ചത്. എന്താ? നാരദ സംവാദത്തിൽ ഇതെല്ലാം അറിയാനാണല്ലോ ചോദിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ സംശയവും മാറണം. നമ്മളും ചിന്തിക്കും, പലരും ചിന്തിച്ചിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങനെ കൃഷ്ണൻ അവതരിച്ചിട്ട് ഇങ്ങനെ ഒത്തിരി പേരെ കൊല്ലുന്നല്ലോ എന്ന് നമ്മൾ പലരും ഇങ്ങനെ അറിയുന്നുണ്ട്. പക്ഷെ എന്താ? ഭാഗവതം നന്നായി വായിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും ഭഗവാൻ ഒന്നും തെറ്റ് ചെയ്യുന്നില്ല, അതെല്ലാം വേണ്ടുന്നതേ ചെയ്യുന്നുള്ളൂ. ഭഗവാൻ എല്ലാം അറിയാം, ഒരു ദ്രോഹവും ചെയ്യത്തില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചേ പറ്റൂ. ഇവരെ രക്ഷിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ വധിച്ചേ പറ്റൂ. സായുജ്യം കൊടുക്കണ്ടേ? അവരങ്ങനത്തെ ജൈവജന്മാരല്ലേ? അപ്പോൾ അവർ ഭഗവാൻ തന്നെ വധിച്ചേ പറ്റൂ. അങ്ങനെ ഉൽപ്പന്ന കൗതൂഹലാത്മന ധർമ്മജൻ പത്മോത്ഭവാത്മജനെ തൊഴുത് ആദരാൽ. അങ്ങനെ ധർമ്മജന് സന്തോഷമായി. നാരദ മഹാമുനിയെ തൊഴുതു. ആരാ നാരദ മഹാമുനി? എങ്ങനെ മനസ്സിലായി? പത്മോ ഉത്ഭവ ആത്മജൻ. അപ്പോൾ പത്മം താമര, അത് ഉത്ഭവിച്ചതാരാ? ബ്രഹ്മാവ്. ആത്മജനാരാ? നാരദൻ, ബ്രഹ്മാവിൻ്റെ മകൻ. അതാണ് പത്മോത്ഭവ ആത്മജൻ. അപ്പോൾ ഇത് പത്മത്തിൽ ഉത്ഭവിച്ച പിന്നെ ബ്രഹ്മാവിൻ്റെ ആത്മജൻ മകൻ നാരദൻ. അപ്പോൾ നാരദ മഹാമുനിയാണല്ലോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരന്. അപ്പോൾ ഇതെല്ലാം സന്തോഷമായി. എന്താ? അയ്യോ സത്യമാണല്ലോ, ഭഗവാൻ ആർക്കും ദ്രോഹം ചെയ്തില്ലല്ലോ, സമത്വമായിട്ടെല്ലാം കാണുന്നല്ലോ, അല്ലാതെ ഭഗവാൻ ദേവന്മാർക്ക് ഒത്തുനിന്ന് ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലായപ്പോൾ ധർമാത്മജൻ ഈ നാരദ മഹാമുനിയെ തൊഴുത് ആദരാൽ ഉൾത്തൂർന്ന ഭക്തിയാപി ചോദിച്ചു തക്ഷണം. അപ്പോൾ തന്നെ ഭഗവാന്റെ അത്രമാത്രം ഹൃദയത്തിൽ നിന്ന് ആദരാൽ ഉൾത്തൂർന്ന ഭക്തി വന്നു. നാരദ മഹാമുനി ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളെല്ലാം പ്രസാദിച്ചു ധർമാത്മജൻ്റെ. അങ്ങനെ ഉൾത്തൂർന്ന ഭക്തിയാപി ചോദിച്ചു തക്ഷണം. എന്താ ചോദിച്ചത്? പ്രഹ്ലാദന് ഭഗവത് ഭക്തി സന്തതം ആഹ്ലാദമായി വളർന്നുണ്ടായി ചമഞ്ഞതും. അപ്പോൾ ഇങ്ങനെ ഈ പ്രഹ്ലാദനെ പിതാവായ ഹിരണ്യകശിപു ഇങ്ങനെ വധിക്കാനൊക്കെ ഒരുങ്ങി. അപ്പോൾ ഇത്രയും പ്രഹ്ലാദൻ അസുരൻ്റെ മകനായിട്ട് ഇത്രയും ഭക്തി എങ്ങനെ ഉണ്ടായി
ഇത്രയും ഭക്തനാവാൻ കാരണം എന്താ? ഭഗവത് ഭക്തി സന്തത എപ്പോഴും ഇങ്ങനെ ആഹ്ലാദമായി വളർന്നുണ്ടാകുന്ന പ്രഹ്ലാദന് വളർന്ന് 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 വരിക ഭഗവാനുള്ള ഭക്തി. ഒരു ഇന്നത്തെ ഭക്തിയല്ല നാളെ. കാരണം അത്രമാത്രം വിശ്വാസമാണ്. എന്തെല്ലാം രീതിയിൽ ഈ പിതാവ് കൊല്ലാൻ ശ്രമിക്കുന്നത് അനുസരിച്ച് ഇരട്ടിക്ക് ഭഗവാനോട് ഭക്തി വർദ്ധിക്കുന്നു. കാരണം എന്താ? ഭഗവാനിലോട് സഹായം ചെയ്തുകൊണ്ട് വരും ഭക്തി കൂടത്തില്ലേ? നമുക്കായാലും അങ്ങനെയല്ലേ? നമുക്കൊരു അനുകൂലം ഭഗവാൻ തരുന്നു കേട്ടാൽ ഒത്തിരി നമ്മൾ ഭഗവാനെ വിളിക്കത്തില്ലേ? അതെന്താണ് ഇങ്ങനെ ആഹ്ലാദമായി വളർന്നു വരാനുള്ള കാരണം? അത് അങ്ങനെ ചമയാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ വീണ്ടും യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നത്. എന്താ പ്രഹ്ലാദന് ഇത്രയും സന്തോഷം ആഹ്ലാദം വരാൻ കാരണം? പ്രഹ്ലാദ താതനതിങ്കൽ വിദ്വേഷങ്ങൾ സഹ്യമല്ലാതെ കണ്ടേറെ വളർന്നതും. അങ്ങനെയുള്ള ഭഗവാൻ ഭക്തി ആഹ്ലാദം വളർന്ന് വന്നിട്ട് പ്രഹ്ലാദ താതനതിങ്കൽ അങ്ങനെ ഭഗവാൻ ഭക്തി വർദ്ധിക്കുമ്പോൾ ഈ പിതാവായ ഹിരണ്യകശിപുവിന് വിദ്വേഷങ്ങൾ സഹ്യമല്ലാതെ കണ്ടേറെ വളർന്നതും സർവം സവിസ്തരമായി അരുളി ചെയ്യമേ സർവസന്ദേഹം ഒഴിയുമാറെന്നെല്ലാം കേട്ട് കൗതൂഹലം പൂണ്ടു വീണാധരൻ കേട്ടാലുമെങ്കിൽ എന്നപ്പോൾ അരുളി ചെയ്തു. വീണാധരൻ നാരദനെയാണ് വീണാധരൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപുവിൽ ഇത്രയും വിദ്വേഷം ഭഗവാൻ നാരായണനെ ഇത്രയും പ്രാർത്ഥിച്ച് സന്തോഷിക്കുന്നുണ്ട്. പ്രഹ്ലാദൻ നാരായണനോട് ഇത്ര ഭക്തി വന്നതിൽ എന്താണ് ഈ പിതാവിന് ഇത്ര ദേഷ്യം വരാൻ കാരണം? അതിന് സഹ്യമല്ലാതെ കണ്ടേറെ വളർന്ന എന്താണ്? ഹിരണ്യകശിപുവിന് ഇത്രയ്ക്കും വിഷമം സഹ്യമല്ലാത്ത എന്താ? ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുന്നതിന് ഇത്രമാത്രം സഹിക്കാൻ വയ്യാത്ത കാര്യം എന്താ? അത് സർവവും എനിക്ക് സവിസ്തരമായി എന്നെ വിസ്തരമായി പറഞ്ഞു തരണമേ എന്ന് സന്ദേഹം ഒഴിയുമാറി എൻ്റെ ഈ സംശയങ്ങളെല്ലാം എന്താ ഇതിനുള്ള കാരണമെല്ലാം മനസ്സിലാക്കത്തക്കവണ്ണം പറഞ്ഞു തരണമേ. അങ്ങനെ കേട്ട് ആര് കേട്ടു? വീണാധരൻ നാരദൻ. അത് കേട്ട് കൗതൂഹലം കൊണ്ട് സന്തോഷമായിട്ട് വീണാധരൻ പറയുന്നു. കേട്ടാലും എങ്കിലെന്നപ്പോൾ അരുളി ചെയ്തു. എന്നാൽ നിങ്ങൾ കേൾക്കൂ, അത് ഞാൻ പറയാം. പ്രഹ്ലാദ ചരിതം നമുക്ക് അല്പം വായിക്കാം. 25 മിനിറ്റ് ആകുമ്പോൾ നിർത്തണം, ഞാനങ്ങ് മറന്നും പോവും. മുന്നം ഹിരണ്യാക്ഷനെ സകലേശ്വരൻ പന്നിയായ അൻപോടവനി ഉയർത്തുവാൻ അവനി ഭൂമി. ഹിരണ്യാക്ഷൻ അങ്ങനെ ഈ ജൈവജന്മാർ ഹിരണ്യാക്ഷന് ഹിരണ്യകശിപാട്ട് വന്നില്ലേ? അപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്ത് പാതാളത്തിൽ കൊണ്ടുവച്ച് എന്താ? അവനി, അതായത് ഭൂമി. അവനി ഉയർത്തുവാൻ, അവനി എന്ന് വെച്ചാൽ ഭൂമിയെ കൊണ്ട് ഒളിച്ചു വെച്ചപ്പോൾ പാതാളത്തിൽ ഇപ്പോൾ ആരാ കൊണ്ടുവന്നേ? ഉയർത്തിക്കൊണ്ടുവന്നേ അവനിയെ. അവനി എന്ന് വായിക്കണം. പന്നിയായ അൻപോട് അവനി ഡാ ഇട്ടത് ആ ഇല്ല, പക്ഷേ അവിടെ അവനി എന്നുവെച്ചാൽ ഭൂമി ഉയർത്തുവാൻ കൊന്നളവുണ്ടാ എഴുന്ന പരിഭവം. അപ്പോൾ പാതാളത്തിൽ കൊണ്ട് ഒളിച്ചു വെച്ചപ്പോൾ ഹിരണ്യാക്ഷനെ ഭഗവാൻ കൊന്നപ്പോൾ പരിഭവം ആക്ക് വന്നു? ഹിരണ്യകശിപുവിന്. സഹോദരങ്ങളല്ലേ? ഹിരണ്യാക്ഷനെ കൊന്ന അടങ്ങിയിരിക്കൂ? അത് പ്രഹ്ലാദൻ്റെ അച്ഛനാണ് ഹിരണ്യകശിപു. അപ്പോൾ അവർ ജ്യേഷ്ഠനല്ലേ? അപ്പോൾ പരിഭവം മഞ്ഞുവിൽ മൂടിത്തളർന്ന് ചമകയാൽ അത്രമാത്രം അത്രമാത്രം ദേഷ്യവും കോപവും എല്ലാം മുഴുത്ത് ആ സഹോദരനെ ഹിരണ്യാക്ഷനെ കൊന്നതിൽ ഉള്ള പരിഭവം മൂത്ത് വന്ന് മൂടിത്തളർന്ന് ചമകയാൽ ഖിന്നനായുള്ള ഹിരണ്യകശിപു ആ ഉന്നതനായ ധനുജ കുലാധിപൻ തന്നുടെ ബന്ധുക്കൾ പോന്നവൻ അന്തികേ നിന്ന് ഇതിഹാസമാർഗോക്കുതി ഭേദങ്ങളാൽ. അപ്പോൾ എന്തു വന്നു? ഹിരണ്യകശിപുവിന് അത്രമാത്രം സഹിക്കാൻ വയ്യ ഈ സഹോദരനെ കൊന്നതിന്. ഖിന്നനായി സഹിക്കാൻ വയ്യ. അപ്പം ഈ ധനുജ കുലാധിപൻ വെച്ചാൽ ഈ അസുരൻ, ഈ ഹിരണ്യകശിപു തൻ്റെ ബന്ധുക്കൾ പോന്നു വന്ന് അവൻ അന്തികി അവൻ്റെ വിഷമം കണ്ട് ബന്ധുക്കളെല്ലാം അവനടുക്ക വന്നിട്ട് എന്ത് പറയുന്നു? ഇതിഹാസ മാർഗമൊക്കെ. ഈ ഇതിഹാസങ്ങൾ എന്താ? ഇതിഹാസങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലെന്താ നല്ല നല്ല കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഭാഗവതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതുണ്ട്, അതുപോലെ ഈ ഇതിഹാസത്തിൽ പറയുന്ന രീതിയിൽ മാർഗോ ഉക്തി, അതിലെന്താണ് പോം വഴി? ഇങ്ങനെ ഒരു വിഷമം വന്നാൽ അതിന് പോം വഴി എന്താണെന്ന് ഉക്തി, അതിലെന്താ ആ ഭേദങ്ങളാൽ മായാമയമായ സംസാര സംഭ്രമ തോയാകരത്തെ കടക്കും പ്രകാരങ്ങൾ. അങ്ങനെ ഈ മായ കടന്ന് ഈ സംസാര ദുഃഖത്തിൽ ഈ ഹിരണ്യകശിപുവിന് ഉണ്ടായ ദുഃഖങ്ങൾ ഈ സംസാര സാഗരമാണല്ലോ, സമുദ്രം പോലെയാണല്ലോ. വിഷമം വന്നാൽ അത് ഒരെത്തുമ്പടിയും കാണുന്നത്. എന്നാൽ അത് മാറ്റിയെടുക്കണ്ടേ? അത്രമാത്രം മനസ്സിന് പ്രയാസമായി ഹിരണ്യാക്ഷൻ മരിച്ചപ്പോൾ. അതുകൊണ്ട് അത് മാറ്റിയെടുക്കുന്നതിലേക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്ന ഈ ബന്ധുക്കൾ ഇതിഹാസത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് അത്
നോക്കി അതനുസരിച്ച് സംസാര ഭ്രമങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു കൊടുത്തപ്പോൾ തോയാകരത്തെ സംസാര സംഭ്രമ തോയാകരത്തെ കടക്കും പ്രകാരങ്ങൾ, അതായത് സമുദ്രം പോലെയുള്ള വിഷമങ്ങളെ മാറ്റാൻ വേണ്ടി ഇതിഹാസങ്ങളിൽ എന്താ പറഞ്ഞേക്കുന്നത് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോൾ നാനാവിധം പറഞ്ഞേറെ വളർന്നിടും. അങ്ങനെ പല പല രീതിയിൽ നാനാ പ്രകാരത്തിൽ അവർ പറഞ്ഞെല്ലാം കൊടുത്തപ്പോൾ എന്ത് വന്ന് അദ്ദേഹത്തിന് മാനസതാപം ഒഴിച്ചിരുത്തിയിടിനാർ. ഈ മാനസതാപമൊക്കെ ഒഴിച്ചിരുത്തിനാർ. അപ്പോൾ തളർന്നു കിടന്ന പരിഭവം, ഈ മനസ്സിൻ്റെ താപമൊക്കെ ഒഴിക്കാൻ അവർ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ എന്ത് വന്നു ഇവിടെ? അദ്ദേഹത്തിന് മാനസം താപമൊന്നും ഒഴിഞ്ഞില്ല. അദ്ദേഹത്തിന് എന്ത് വന്നു? തളർന്നു കിടന്ന വിഷമങ്ങളെല്ലാം പരിഭവങ്ങളെല്ലാം ഉൾപ്പുവിലേറെ വളർന്നങ്ങ് ചമഞ്ഞു. ഈ ബന്ധുക്കളെല്ലാം പറഞ്ഞു കൊടുത്തത് ഇതിനൊരു പോംവഴി എന്താ, നിങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പറയുന്ന വായിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ പോംവഴി, ഈ സംസാര ദുഃഖം കടക്കാനുള്ള പോംവഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് അതുപോലെ ജീവിക്കാം എന്നെല്ലാം ബന്ധുക്കൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ മനസ്സിനെ തപിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഓർമ്മ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് തളർന്നു കിടന്നതെല്ലാം ഒന്നുകൂടെ എടുത്തങ്ങ് കവിട്ടുക. ഹിരണ്യാക്ഷൻ്റെ മരണമൊക്കെ ഒന്ന് പതുക്കെ അത് ചാഞ്ഞ് വന്നതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത് കേട്ടപ്പോൾ അപ്പോൾ തളർന്നു കിടന്ന പരിഭവം, അതായത് ഈ വിഷമം അതെന്ത് വന്നു? ഉൾപ്പുവിലേറെ അങ്ങ് വളർന്നു ചമഞ്ഞു. വളർന്നു ചമകയാൽ വിഷ്ണുപ്രിയന്മാരെയും വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും പ്രതികൂലിപ്പാൻ, അങ്ങനെ എല്ലാവരെയും അങ്ങ് വിഷ്ണു പ്രിയന്മാരച്ച ഭക്തന്മാരായ പ്രിയന്മാർ, ഭഗവാന്റെ പ്രിയന്മാരെയും ഭഗവാനെയും വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും പ്രതികൂലിപ്പാൻ അങ്ങ് തുടങ്ങി. മൽബലം കൊണ്ട് തന്നെ മതിയാകയില്ല എന്ന് അബ്ജോത്ഭവ പ്രസാദം വേണം എന്നെല്ലാം ഇദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. എനിക്ക് ഇവരെല്ലാം ഭഗവതിയുണ്ടെങ്കിൽ എൻ്റെ മൽബലം, എൻ്റെ ബലം പോരാ, ശക്തി പോരാ. വിഷ്ണുവിനെയും വിഷ്ണുപ്രിയരെയും വിഷ്ണു ഭക്തന്മാരെയെല്ലാം എതിർക്കണമെങ്കിൽ എൻ്റെ ബലം മൽബലം കൊണ്ട് തന്നെ മതിയാകയില്ല, അബ്ജോത്ഭവ പ്രസാദം വേണമെന്നെല്ലാം കൽപ്പിച്ചങ്ങ് ഉറച്ച്. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത്? മന്ദരപർവ്വതത്തെ പ്രവേശിച്ച് തപസ് തുടങ്ങിനാൻ. എന്തിനാ? ജനങ്ങളോട് പകരം വീട്ടാൻ. ഭഗവാന്റെ ഭക്തന്മാരെല്ലാം അപ്പോൾ ശത്രുക്കളാണല്ലോ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെല്ലാം ശത്രുക്കളാണല്ലോ. അതിന് അദ്ദേഹം എൻ്റെ ബലം പോരാ, അതിന് ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്തിട്ട് അവിടുന്ന് വരം മേടിക്കണം. ആരാലും മരിക്കാതിരിക്കാനുള്ള വരമൊക്കെ മേടിക്കണമെങ്കിൽ തപസ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം എവിടെ പോയി? മന്ദര പർവ്വതത്തെ പ്രവേശിച്ചിട്ട് അവിടെ കയറി തപസ് അങ്ങ് തുടങ്ങുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.